ഏത് വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം. 1985 കൊക്കക്കോള തന്റെ ക്ലാസിക് കോക്കിന് പകരം ന്യൂ കോക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. കൊക്കക്കോള ലോഞ്ച് ചെയ്തിട്ട് 99 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കൊക്കക്കോളയുടെ സീക്രട്ട് ഫോർമുല മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഫോർമുല രൂപപ്പെടുത്തി ന്യൂ കോക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് രംഗത്തേക്ക് ഇറക്കുന്നത്. വെറും 2 ലക്ഷം ഉപഭോക്താക്കളിൽ ടേസ്റ്റ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊക്കക്കോള ലോഞ്ച് ചെയ്യുന്നത്. ഏകദേശം 4 ലക്ഷത്തിലധികം ഇമെയിലുകളാണ് കൊക്കക്കോളയ്ക്ക് ലഭിച്ചത്. ഒരു ദിവസം 1500-ലധികം ഫോൺ കോളുകളും. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ? തങ്ങളുടെ പഴയ ക്ലാസിക് കോക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് പുതിയ കോക്ക് എന്ന് പറയുന്നത് ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഇവിടെ കൊക്കക്കോള മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസിക് കോക്ക് അല്ലെങ്കിൽ കൊക്കക്കോള എന്ന് പറയുന്നത് കേവലം ഒരു പ്രൊഡക്റ്റ് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാത്രമായിരുന്നില്ല. അമേരിക്കൻ ജനതയ്ക്ക് അതൊരു ഇമോഷൻ കൂടി ഉണ്ടായിരുന്നു. കൊക്കക്കോളയ്ക്ക് പിന്നെന്ത് സംഭവിച്ചു എന്നല്ലേ? ന്യൂ കോക്കിന് പകരം ക്ലാസിക് കോക്കിനെ കൊക്കക്കോള തിരിച്ചു കൊണ്ടുവന്നു. ഏതൊരു പ്രൊഡക്റ്റും ഒരു പ്രൊഡക്റ്റിൽ അപ്പുറത്തേക്ക് ഒരു ഇമോഷനായി മാറുമ്പോഴാണ് ബിസിനസ് സക്സസിലേക്ക് എത്തുന്നത്.